Good morning, friends. ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പോളിസിയും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ്. ഫിസിക്കൽ പോളിസി റിഫേഴ്സ് ടു ദ പോളിസി ഓഫ് ദി ഗവൺമെൻറ് ടുവേഴ്സ് ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ് ഇതിനെല്ലാം കുറിച്ച് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ബഡ്ജറ്ററി പോളിസി ആൻഡ് ഓൾസോ പാർട്ട് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതായത് ഒരു ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരവിനെയും ചെലവിനെയും സൂചിപ്പിക്കുന്ന ധനരേഖയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ പോളിസി വരവിനെയും ചെലവിനെയും കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബഡ്ജറ്ററി പോളിസി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഗവൺമെൻറ് യൂസസ് ഫിസിക്കൽ പോളിസി ടു ഇൻഫ്ലുവൻസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി ഇൻ ആൻ എഫേർട്ട് ടു അച്ചീവ് ദ എക്കണോമിക്കൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക്കൽ ഗ്രോത്ത്. ഗവൺമെൻറ് നമ്മുടെ ഈ ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതുവഴി നമ്മുടെ എക്കണോമിക്കൽ ഒബ്ജക്റ്റീവ്സ് ആയ പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക്കൽ ഗ്രോത്ത് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫിസിക്കൽ പോളിസി ഓഫ് ഇന്ത്യ ഓൾവേസ് ഹാസ് ടു ഒബ്ജക്റ്റീവ്സ്, നെയിംലി ഇംപ്രൂവിംഗ് ദ ഗ്രോത്ത് പെർഫോമൻസ് ഓഫ് ദി എക്കോണമി ആൻഡ് എൻഷുവർ സോഷ്യൽ ജസ്റ്റിസ് ടു ദ പീപ്പിൾ. നമ്മുടെ ഇന്ത്യയിലത്തെ ഫിസിക്കൽ പോളിസിക്ക് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ എക്കോണമിയുടെ പെർഫോമൻസ്, ഗ്രോത്ത് പെർഫോമൻസ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജനങ്ങളോടുള്ള ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് അവരെപ്പോഴും എൻഷുർ ചെയ്യാം. The fiscal policy may be defined as the policy under which the government uses its expenditure and revenue programs to produce desirable effect and avoid undesirable effect on national income, production and unemployment. അതായത് ഫിസിക്കൽ പോളിസിയുടെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ റവന്യൂസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കോണമിയിൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്റ്റ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, ഇൻഈക്വാലിറ്റീസ് ഇൻ ദ ഇൻകം അതൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഫിസിക്കൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Objectives of fiscal policy: to accelerate the rate of investment റേറ്റിനെ ആക്സലറേറ്റ് ചെയ്യുക. to promote socially desirable investment, socially desirable ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. to achieve rapid economical development, to achieve full employment, to promote foreign trade ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. to reduce the inequalities of ഇൻകത്തിലുണ്ടാകുന്ന ഇൻഈക്വാലിറ്റീസ് ഒക്കെ പരമാവധി കുറയ്ക്കുക. to establish a welfare state, ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറുക. അതുപോലെ തന്നെ to stabilize the price level and growth rate of the economy, പ്രൈസ് ലെവൽ എപ്പോഴും നമുക്കൊരു സ്റ്റേബിളാക്കി നിലനിർത്താനും അതുപോലെ തന്നെ ഗ്രോത്ത് നേടിയെടുക്കാനും അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയുടെ objectives. Next is physical policy instruments. Some of the major instruments of physical policy are as follows: budget, taxation, public expenditure, public revenue, public debt and physical deficit in the economy. അതായത് നമ്മുടെ ഫിസിക്കൽ പോളിസിക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഡെപ്റ്റ്, ടാക്സേഷൻ, പൊതു ചെലവ്, പൊതു വരുമാനം, പൊതുകടം എന്നൊക്കെ. ഫിസിക്കൽ പോളിസി കൺസിസ്റ്റിംഗ് ഓഫ് റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ്, ഡെഫിസിറ്റ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പബ്ലിക് റവന്യൂ. പബ്ലിക് ഓർ ഗവൺമെൻറ് റവന്യൂ ഇൻക്ലൂഡ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. നമ്മുടെ വരുമാനത്തിൽ റവന്യൂ റെസിപ്റ്റ് ഉൾപ്പെടുന്നുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. സോഴ്സസ് ഓഫ് റവന്യൂ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്ന് നോക്കാം. റവന്യൂ റെസിപ്റ്റ് ഇൻക്ലൂഡ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ്. അപ്പോൾ നമ്മുടെ വരുമാനത്തിൽ നികുതിയും വരുന്നുണ്ട്, നികുതിയേതര വരുമാനങ്ങളും വരുന്നുണ്ട്. ടാക്സ് റവന്യൂ: ദ ചീഫ് സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ ഈസ് ടാക്സ്. It consisting of direct tax and indirect tax. Direct tax are levied on the wealth and income of the individual or organization. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്. അതിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സസ് ഉൾപ്പെടുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സസ് ഉൾപ്പെടുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ് നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകത്തിന്മേലാണ് നമ്മൾ ചുമത്തുന്നത്. ഇനി ഫോളോയിങ് ആർ ദ മേജർ ഡയറക്റ്റ് ടാക്സസ്. പേഴ്സണൽ ഇൻകം ടാക്സ്. പേഴ്സണൽ ഇൻകം ടാക്സ് ഇസ് എ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആഫ്റ്റർ സ്പെസിഫിക് പെർമിഷബിൾ ഡിഡക്ഷൻ. നമ്മൾ വ്യക്തികൾ നേടുന്ന വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ്. Corporate tax is a duty that has to be paid on the profit registered corporate firms. Corporate tax is a direct tax because the company is given legal entity. അതായത് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഫേം, രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫേം അവരുടെ പ്രോഫിറ്റിന്മേൽ നേടുന്ന പ്രോഫിറ്റിന്മേൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഡയറക്റ്റ് ടാക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കാരണം അതിന് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കോർപ്പറേറ്റ് ഫേംസിന് ലീഗൽ എൻറ്റിറ്റി ഉള്ള കാരണം. അതർ ഡയറക്റ്റ് ടാക്സസ്. ദ ലിസ്റ്റ് ഓഫ് അതർ ഡയറക്റ്റ് ടാക്സസ് ഇൻക്ലൂഡ് വെൽത്ത് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടാക്സ് എക്സെട്ര.
ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചിട്ടാണ്, അഥവാ പരോക്ഷ നികുതി. Indirect tax are imposed on the goods and commodities. These tax include sales tax, excise duty, service tax, customs duty, VAT, etc. Major indirect taxes are. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് പരോക്ഷ നികുതിയാണ്. അതിൽ ആദ്യം വരുന്നതാണ് എക്സൈസ് ഡ്യൂട്ടി. These tax are levied on manufactured goods and consumable goods in India. It is the chief and single largest source to generate revenue incomes. നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ചെയ്യുന്ന ഗുഡ്സും ചുമത്തുന്ന നികുതിയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി. This duty is imposed on the export of selective range and import. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. സർവീസ് ടാക്സ്. This tax is imposed by specific category of firms, agencies or persons. Last one is goods and service tax. The GST include range of all taxes like excise duty, service tax, goods tax, VAT, etc. It cover goods and services charges in mostly all sectors. അപ്പം GST എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഗുഡ്സ് ടാക്സ് ഇതിനെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒറ്റ ടാക്സ് ആയിട്ട് മാറിയിട്ടുള്ളതാണ് GST. അത് നമ്മുടെ എല്ലാ സെക്ടറിലുമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെയും മേൽ ചുമത്തുന്ന നികുതികൾ GSTയുടെ കീഴിൽ വരുന്നുണ്ട്. Next is non-tax revenues. Non-tax revenue is recurring income earned by the government from sources other than tax. Example, fees, penalties, grant, interest, profit, etc. അതായത് നമ്മൾ നികുതിയിലൂടെ അല്ലാണ്ട് ഗവൺമെൻറ് നേടിയെടുക്കുന്ന വരുമാനത്തിനെയാണ് നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതിയേതര വരുമാനം എന്നുകൊണ്ട് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീസ്, പെനാൽറ്റി, ഗ്രാൻറ്റ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. Capital revenue. When a government raises fund either by increasing a liability or by disposing of its asset, it is called capital receipt. അതായത് ഗവൺമെൻറ് ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരൊരു അസറ്റ് ഡിസ്പോസ് ചെയ്തുകൊണ്ടോ നേടുന്ന വരുമാനത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ അണ്ടറിലാണ് വരിക. Next topic is public expenditure. Public expenditure refers to government expenditure, that is government spending. It is incurred by central or state or local government of the country. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റിന് വരുന്ന ചെലവിനെ കുറിച്ചാണ് പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ പബ്ലിക് അതോറിറ്റീസ് ലൈക്ക് സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെന്റ് ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് സോഷ്യൽ വാണ്ട്സ് ഓഫ് ദി പീപ്പിൾ ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രലിനായാലും സ്റ്റേറ്റിനായാലും ലോക്കൽ ഗവൺമെന്റിനായിട്ടും മീറ്റ് ചെയ്യേണ്ടി വരുന്ന ചെലവിന് ആണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ അഥവാ പൊതു ചെലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് കംപ്രൈസസ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ തന്നെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം വരുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു transfer payment and non-transfer payment. The transfer payment refers to those kind of expenditure against which is no corresponding transfer of real resources to the government. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഗവൺമെന്റിന് ഒരു ചെലവ് വഹിക്കേണ്ടി വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾഡ് ഏജിന് കൊടുക്കുന്ന പെൻഷൻ, സിക്നെസ്സിന് കൊടുക്കുന്ന ബെനിഫിറ്റ്, അതൊക്കെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഒരിക്കലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഒരു എക്സ്പെൻസസ് വരുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഗുഡ്സ് ഓർ യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് നോൺ ആസ് നോൺ ട്രാൻസ്ഫർ payment. Has against such expenditure government receive goods or services. അതായത് നോൺ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗവൺമെന്റിന് അവിടെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു എക്സ്പെൻസസും വരുന്നുണ്ട്. അതാണ് നോൺ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. All those expenditure of the government which promote economic growth are called developmental expenditure. അതായത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതിന് വേണ്ടി വരുന്ന ചെലവുകളെയാണ് നമുക്ക് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന കീഴിൽ
ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേസമയം എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ് ആർ പുട്ട് ഇൻ ദ കാറ്റഗറി ഓഫ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഈ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ് അതിനൊക്കെ വരുന്ന ആ ഒരു ചെലവിനെ നമുക്ക് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്. അതർ ക്ലാസിഫിക്കേഷൻ ഈസ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്ലാൻ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അണ്ടർലൈൻഡ് ഇൻ ഓൺഗോയിങ് 5-year പ്ലാൻസ്. അതായത് നമ്മൾ 5-year പ്ലാൻസിൽ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വരുന്ന ചെലവിനെയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ 5-year പ്ലാൻസ്. 5-year പ്ലാൻസിൽ ഉൾപ്പെടാത്ത ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്താണ് പബ്ലിക് ഡെപ്റ്റ്. Public debt is the total amount borrowed by the government of the country. Public debt can be split into internal and external. Public debt അഥവാ പൊതുകടം, അതായത് ഗവൺമെൻറ് എടുക്കുന്ന വായ്പേനെയാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെഫിസിറ്റ് ഫിനാൻസ്. ഡെഫിസിറ്റ് refers to the difference between expenditure and receipt in public finance. It means government is spending more than what is earning. അതായത് ഡെഫിസിറ്റ് എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റെസിപ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസിനാണ്. അതായത് ഗവൺമെന്റ് എന്ത് നേടുന്നതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് അതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിവൈസസ് ഫോർ ഫിനാൻസിങ് ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ കൺട്രീസ് ആൻഡ് ആക്സലറേറ്റ് ദെയർ റേറ്റ് ഓഫ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ്. ഇപ്പം നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആണ്. നമ്മുടെ കൺട്രീസിലെ ഡെവലപ്മെന്റ് പ്ലാനൊക്കെ ഫിനാൻസ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസസ് ആണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. If the deficit financing is not kept with the limit, it may give rise to the prices and unequal and unfair distribution of income. If the deficit financing is kept with the limit and its impact on prices and cost are smoothing through various control. അതായത് നമ്മൾ ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് ആ ഡെഫിസിറ്റ് ഫിനാൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എക്കോണമിയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈസ് ലെവലായാലും കോസ്റ്റൊക്കെ ആയാലും നമുക്ക് വേരിയസ് ആയിട്ടുള്ള മെഷേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിൻ്റെ ലിമിറ്റിനേക്കാൾ ലിമിറ്റ് വിട്ടിട്ടാണ് ഡെഫിസിറ്റ് ഫിനാൻസ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് ബാഡായിട്ടുള്ള എഫക്റ്റാണ്. നമ്മുടെ പ്രൈസ് വർദ്ധിക്കാനും ഇൻകത്തിലും വെൽത്തിലും ഒക്കെ അൺഈക്വൽ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകാനൊക്കെ കാരണമാകുന്നു. അപ്പം നമ്മുടെ എക്കോണമീനെ വളരെയധികം ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. ഇനി പ്രോബ്ലംസ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ് അവരുടെ ലെവൽ വിട്ടിട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. നമുക്കറിയാം ഡെഫിസിറ്റ് ഫിനാൻസിങ് ആ ലിമിറ്റ് വിട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടും. പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടിക്കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ സേവിങ്സ് ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് ഹാബിറ്റിന് അത് കുറയാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കുറയും. അതൊക്കെ തന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഈക്വാലിറ്റീസ്, നമുക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ നമുക്ക് അളവിൽ വ്യത്യാസം വരും. അത് ഇൻഈക്വാലിറ്റീസ് ഇൻ ദ ഇൻകം ആൻഡ് വെൽത്ത്. പ്രോബ്ലംസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൈസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചിലവും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യ ആൻഡ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിന് 2 കോമ്പൗണ്ട്സ് ആണുള്ളത്, റവന്യൂ ഡെഫിസിറ്റും ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Deficit financing in India means the expenditure which is excess of current revenue and public borrowing. അതായത് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലത്തെ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പബ്ലിക് ബോറോയിനേക്കാളും നമ്മുടെ കറന്റ് റവന്യൂവിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ നിൽക്കുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസിനെയാണ്. നമ്മളിപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസിങ് വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അത് കവർ ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ബൈ റണ്ണിങ് ഡൗൺ ഇറ്റ്സ് അക്യുമുലേറ്റഡ് ക്യാഷ് റിസർവ് ഫ്രം RBI. നെക്സ്റ്റ് ഈസ് ഇഷ്യൂയിങ് ഓഫ് ന്യൂ കറൻസി ബൈ ഗവൺമെൻറ് ഇറ്റ് സെൽഫ്. തേർഡ് ആണ് ബോറോയിങ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് RBI ഗീവ്സ് ലോൺ ബൈ പ്രിൻറ്റിങ് മോർ കറൻസി. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഈ ഡെഫിസിറ്റ്
ഫിനാൻസിങ് കൂടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ പറയുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ന്യൂ കറൻസീസ് ഇഷ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ RBI ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യ ഡിപ്പെൻഡ് ഓൺ ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിനാണ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് ഐദർ ഗുഡ് ഓർ ബാഡ്. അതാണ് നമ്മൾ പറയുന്നത് ഒരു പരിധി വരെ ഡെഫിസിറ്റ് ഫിനാൻസ് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ലിമിറ്റ് കടന്ന് ഡെഫിസിറ്റ് ഫിനാൻസ് പോവുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് retroceed to and the economical policies followed to neutralize its adverse consequences. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെഫിസിറ്റ് ഫിനാൻസ് അത് നിലനിൽക്കുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ്, അതായത് ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റീനെ, നമ്മുടെ എക്കോണമിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ആ ഡെഫിസിറ്റ് ഫിനാൻസ് നിലനിൽക്കുന്ന ആ സർക്കംസ്റ്റാൻസസ് ആണ് അത് ആ ലിമിറ്റ് കടക്കോ അല്ലെങ്കിൽ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കോ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ അഡ്വൈസസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഒഴിവാക്കാനായിട്ടുള്ള പല പല മെഷേഴ്സ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. താങ്ക് യു ഓൾ.